ബ്ലാങ്ക് പ്രസൻറ്റേഷൻ, സർക്യൂട്ട്, വെൽക്കം പവർ പോയിൻ്റ്, ഇങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റുകൾ നമുക്ക് കാണാം എവിടെയായാലും. അതായത് നമ്മൾ ഏത് പ്രസൻറ്റേഷൻ, ഏത് പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ അതുപോലെയുള്ള കുറച്ച് ടെംപ്ലേറ്റുകൾ കാണാം. അതിൽ മോർ തീംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം അതിനേക്കാളും കുറേ ഏറെ സ്റ്റൈലുകൾ. നിങ്ങളെല്ലാവരും സ്ക്രീന് കാണുന്നുണ്ടാകുന്നതായിരുന്നു, സ്ക്രീൻ നോക്കുക എല്ലാവരും. കുറേ സ്റ്റൈലുകൾ നമുക്ക് കാണാൻ പറ്റി. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് ഈ സ്റ്റൈലൊന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ കാണാം. ആ ക്രിയേറ്റിലേക്കൊന്ന് കൊടുത്തു കഴിഞ്ഞു. ടൈറ്റിൽ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ഇവിടെ ടൈറ്റിൽ എന്നുള്ള ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സാണിത്. ഇതിൽ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് നമുക്ക് ഈ ടൈറ്റിലിനെ മാറ്റി നമ്മുടേതായ സ്റ്റൈലിലേക്ക് മാറ്റി ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ PPT മേക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ ഇട്ടു. ഇതിൽ താഴെ ഒരു സബ് ടൈറ്റിലുണ്ട്. വേണമെങ്കിൽ അത് നമുക്ക് എൻ്റർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എന്ത് തന്നെയാലും ഞാനിവിടെ തൽക്കാലം എൻ്റെ ഒരു പേരൊന്ന് അവിടെ ടൈപ്പ് ചെയ്തു. ഒരു സ്ലൈഡായി നമുക്ക് ഇത്രയേ ഉള്ളൂ. ഒരു സ്ലൈഡ് ചെയ്യാൻ നമുക്ക് ഇത്രയും പണിയേ ഉള്ളൂ. ഇതൊരു ടൈറ്റിൽ സ്ലൈഡാണ്. ഇവിടെ ചിലപ്പോൾ നമുക്ക് ഈ PPT മേക്കേഴ്സ് ഞാൻ അടിച്ച ഈ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ എന്താണോ സബ്ജക്റ്റ്. ഇപ്പോൾ ചില ആൾക്കാർ പാരൻറ്റിങ് എന്നാണെങ്കിൽ അവിടെ പാരൻറ്റിങ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ പാരൻറ്റിങ് എന്ന് ടൈപ്പ് ചെയ്യാം. ഏതാണോ നമ്മുടെ സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് നമുക്കവിടെ ചെയ്യാം. ഓക്കെ, ഇതാണ്. ഇത് ചെയ്യുന്നത് ആരാണോ അയാളുടെ പേര് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു സബ് ടോപ്പിക്ക് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നമുക്കവിടെ ഈ കാണുന്ന ഇപ്പോൾ ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത സ്ഥലത്ത് അവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 1 എന്ന് കാണിച്ചു. ഇതാണ് നമ്മുടെ സ്ലൈഡ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് സ്ലൈഡ് ഏരിയ എന്ന് പറയുന്നത്. നമ്മളിവിടെ സ്ലൈഡ് ഏരിയയിൽ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു. മറ്റൊന്ന് ഇത് കാണുന്നത് തമ്പനെയിലാണ്. ഈ തമ്പനെയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ തമ്പനെയിലിൽ 1, 2 എന്ന് കാണാം. ഇപ്പോൾ ഞാൻ 2 എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പേജ് ഓപ്പണായി. എനിക്ക് ഇതെല്ലാം സ്റ്റൈല് വേണ്ടത്. ഞാൻ അതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുത്തു. ഡിലീറ്റ് കൊടുത്തപ്പോൾ എനിക്ക് ആ സ്ലൈഡ് പോയി. ആ സ്ലൈഡിൽ ഇവിടെ ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയും ഡിലീറ്റ് എന്ന ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇതും ഡിലീറ്റ് ആയിപ്പോകും. അപ്പോൾ നമുക്ക് ഒരു സ്ലൈഡ് വേണ്ട എന്നാണെങ്കിൽ അവിടെ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന ബട്ടൺ കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു പുതിയ സ്ലൈഡ് ആഡ് ചെയ്യണമെന്ന് കരുതുക. ഇവിടെ ഒരു പുതിയ സ്ലൈഡ് ആഡ് ചെയ്യണമെന്ന് കരുതുക. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സ്ലൈഡിൻ്റെ തൊട്ട് താഴെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്താൽ മതി. പുതിയ സ്ലൈഡ് ഓപ്പൺ ആവും. അല്ലാതെ ഈ സ്ലൈഡിൻ്റെ തൊട്ട് താഴെയായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യും മാഡം. ഇനി അതല്ലെങ്കിൽ ആ മുകളിലത്തെ സ്ലൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, അത് സെലക്ട് ചെയ്യൂ. അതിനുശേഷം ഒന്ന് എൻ്റർ അടിച്ച് നോക്കൂ. പുതിയ സ്ലൈഡ് വന്നില്ലേ? ഇങ്ങനെയും വരും, ഇങ്ങനെയും ചെയ്യാം. ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് ന്യൂ സ്ലൈഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരുപാട് സ്ലൈഡ് സ്റ്റൈലുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഈ ന്യൂ സ്ലൈഡ് എന്ന ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനുശേഷം അതുമല്ലാതെ നമുക്ക് ഈ തമ്പനെയിലിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെയും നമുക്ക് ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഈ ബോക്സിൻ്റെ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഡിലീറ്റ് കൊടുത്തു, ഇത് കളഞ്ഞു. ഇവിടെ ഒരു ലൈനുണ്ട്, ഇവിടെ ഒരു ലൈന് കാണുന്നുണ്ട്. അത് നമ്മുടെ തീമിൻ്റെ ഒരു സ്റ്റൈലാണ്. അതിനുശേഷം ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സ് കാണാം. ഈ ബോക്സിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഐക്കണുകൾ കാണുന്നുണ്ട്. ഈ ഐക്കണുകൾ ഇത് ടേബിളാണ്, ഇത് ചാർട്ടാണ്, ഇത് സ്മാർട്ട് ആർട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാം. നമുക്ക് വീഡിയോ എൻ്റർ ചെയ്യാം, ഓഡിയോ എൻ്റർ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അതിന് പുറമെ നമുക്കിവിടെ ഒരു പിക്ചർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയാണോ പിക്ചർ ഉള്ളത്, ഇമേജ് ഉള്ളത്, അവിടെ പോയി നമുക്ക് പിക്ചറുകൾ ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, എനിക്കിപ്പോൾ എൻ്റെ പിക്ചേഴ്സ് കിടക്കുന്നത് ഇയിലാണ്. അപ്പോൾ ഇയിൽ ആക്ടേഴ്സ് ആലുവ അവൻ അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ ആണ് എടുക്കുന്നതെന്ന് കരുതുക. ഉണ്ടാവും അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇൻസേർട്ട് ചെയ്തു. സിമ്പിളാണ്. ആ സമയത്ത് ഇൻസേർട്ടായ ആ സമയത്ത് ആ ബോക്സ് പോയി. ഇനി ഞാൻ ഈ അയ്യപ്പനെ ആവശ്യമില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യണമെന്ന് കരുതുക. ഇത് കണ്ടോ, ആ ബോക്സ് വീണ്ടും വന്നു. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഇനി ഇതിന് പുറമെ ഞാൻ ഈ ബോക്സ്
തന്നെ അങ്ങോട്ട് പെർമനൻ്റ്ലി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് കരുതുക. ഇല്ല, ഇപ്പോൾ ബോക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇവിടെ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇവിടെ മൗസ് കാണുന്നുണ്ടാവും. ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പിക്ചർ എന്ന് കാണുന്നത്. ഇവിടെ പിക്ചർ എന്നുള്ളതിൽ നമുക്ക് നേരത്തെ ഞാൻ ചെയ്തതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്നും ഞാനിപ്പോൾ ലാസ്റ്റായി എടുത്തത് അയ്യപ്പൻ്റെ ഒരു പിക്ചറാണ്. അതുപോലെ തന്നെ വേറൊരു പിക്ചർ എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. നോക്കുക. ഇനി ഇതല്ല എനിക്ക് ആവശ്യം. ഞാൻ ഇവിടെ ഈ ഇൻസേർട്ടിൽ നിന്ന് പിക്ചറിൽ നിന്ന് ഓൺലൈൻ പിക്ചേഴ്സ്, ഓൺലൈനിൽ നിന്ന് എനിക്ക് കുറേ പിക്ചേഴ്സ് എടുക്കണം എങ്കിൽ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്താൽ, ഓൺലൈൻ പിക്ചേഴ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിങ് എന്നുള്ള ഒരു സൈറ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ബിങ്. ഈ ബിങ് സെർച്ചിലേക്ക് ഞാനൊരു കാറാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞാനിവിടെ കാർ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു. നമുക്ക് ഒരുപാട് കാറുകളുടെ ഇമേജുകൾ ഇവിടെ വരും. ഇതിപ്പോൾ ഓൺലൈൻ പിക്ചേഴ്സ് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എടുക്കാം. ഞാനൊരു കാറിലേക്ക് ക്ലിക്ക് ചെയ്തു. ഈ ഇമേജാണ് എനിക്ക് ആവശ്യം. ഞാനിതിൽ ക്ലിക്ക് ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബോക്സ് പോലെ സെലക്റ്റായി. ഇൻസേർട്ട് 1 എന്ന് കാണിക്കുന്നു. ഞാൻ ഒന്നിലധികം പിക്ചേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കണ്ടോ, ഇൻസേർട്ട് 2 ഇവിടെ കാണാം. ഇൻസേർട്ട് 2. ഞാനിവിടെ ഇൻസേർട്ട് 2 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഒരു എറർ കാണിക്കുന്നു. ഇമേജിൻ്റെ ഇമ്പോർട്ടിങ്ങിൽ എറർ കാണിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഇമേജ് എററാണ്. രണ്ടാമത്തെ ഇമേജ് എനിക്ക് ഇൻസേർട്ടായി കിട്ടി. എക്സിസ്റ്റിംഗ് ന്യൂ കാർസ് ഇൻ 2025. ഇതിന് പകരം എനിക്കിവിടെ എന്തെങ്കിലും മാറ്ററുകളാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇതിനെ ഹൈഡ് ചെയ്തുകൊണ്ട് മറ്റെന്തെങ്കിലും മാറ്റർ സെറ്റ് ചെയ്യാം. ഇനി അതല്ല, ഇവിടെയാണ് എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇൻസേർട്ടിൽ വന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളത് ഇതും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ടിൽ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ബോക്സ് വരും. ന്യൂ റെവല്യൂഷൻ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇത് ആർക്കും പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഫോണ്ടാണ്. അപ്പോൾ ഫോണ്ട് എങ്ങനെ സെലക്ട് ചെയ്യാം? ഫോണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇവിടെ ഫോണ്ടിൻ്റെ ഫാമിലി മുഴുവനും ഇവിടെയാണ്. ഫോണ്ട് ഗ്രൂപ്പുകൾ ഇവിടെയാണ്. നമുക്ക് വേർഡ്, എക്സലൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത് പോലെ തന്നെ ഫോണ്ടിൻ്റെ ഗ്രൂപ്പുകൾ ഇവിടെയുണ്ട്. ഈ ഗ്രൂപ്പിൽ ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഡൗണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരുപാട് സ്റ്റൈൽ ഫോണ്ടുകൾ വരും. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് മലയാളം ഫോണ്ടുകളൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ മലയാളം ഉണ്ട് എങ്കിൽ നമുക്ക് മലയാളവും ടൈപ്പ് ചെയ്താൽ കിട്ടും എന്നുള്ളത്. ഞാൻ ആ ഫോണ്ട് മാറ്റി. ഇപ്പോൾ ഫോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഇത് ബ്ലാക്ക് ആയത് കാരണം ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അതുകൊണ്ട് ഈ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ്. എന്ന് കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കളർ പാലറ്റ് കാണാം. കളർ പാലറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കളറുകൾ ചേഞ്ചായി വരുന്നതായിട്ട് കാണാം. ഓക്കെ. ഇവിടെ ഒരു വൈറ്റ് കളർ ലെറ്റർ കൊടുത്തു. വൈറ്റ് കളർ ലെറ്റർ കൊടുത്തപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ളത് ചിലപ്പോൾ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകുമെങ്കിലും ഞാനിവിടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ വളരെ വ്യക്തമായി കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കൊടുക്കാണ്ട് ടെക്സ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ടെക്സ്റ്റ് ഷാഡോ കൊടുത്തു കഴിയുമ്പോൾ അത്യാവശ്യം കുറച്ച് ഷാഡോ ഈ ഇമേജിന് വരും. ഈ ലെറ്ററിന് വന്നിട്ടുണ്ട്. ഇനി ഇതല്ലാതെ ടെക്സ്റ്റ് സ്റ്റൈലുകൾ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ സൈസ് വലുതാക്കാൻ ഇവിടെ ക്യാപിറ്റൽ 2 എകൾ കാണാം. ഒരു ചെറിയ എ, ഒരു വലിയ എ. ഇത് തന്നെ നമുക്കിവിടെ ഹോമിലും ഇവിടെയും കാണാം. ഒരു ചെറിയ എ, ഒരു വലിയ എ. ഇവിടെ ടെക്സ്റ്റ് ചെറുതാക്കാൻ ചെറിയ ഈ എയിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വലുതായി കാണുന്ന ഈ എയിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് വലുതാവും. ഓക്കെ. ഇത് വളരെ സിമ്പിളായി നമുക്ക് സൈസ് വലുതാക്കാനും ചെറുതാക്കാനും ഉപയോഗിക്കാം. ഇതേ സമയത്ത് നമ്മളൊന്ന് നോക്കുക. 40 എന്നുള്ളത് 44 സൈസിലേക്ക് പോയി. ഇവിടെ ഞാൻ ചെറുതാക്കുകയാണ്. വീണ്ടും 40ലേക്ക് വന്നു, 36ലേക്ക് വന്നു. അതായത് ഇവിടെ നമുക്ക് കാണിക്കുന്ന ഈ ഒരു പ്രൊപ്പോർഷൻ സൈസ് തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോയി ടെക്സ്റ്റ് സൈസ് സെലക്ട് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ കണ്ടുകൊണ്ട് ലൈവായി നമുക്ക് ടെക്സ്റ്റ് സൈസുകൾ അതിനോടനുസരിച്ചുള്ള സൈസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രത്യേകത. ഓക്കെ.